സോ ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് നമ്മൾ ക്ലെമൻറ്റിൻ്റെ വീട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ക്ലെമൻറ്റിൻ്റെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അവൻ്റെ വണ്ടിയിൽ ഓയിൽ ഭയങ്കര കുറവാണ്, അപ്പോൾ എടുത്ത് ഓയിൽ ചേഞ്ച് ചെയ്യണം. അതാണ് ഇന്നത്തെ വ്ളോഗ്. നമ്മൾ മോട്ടോളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതേ കാണുന്ന കൊണ വണ്ടിയാണ് അവൻ്റെ. സെറ്റപ്പ് എല്ലാം റെഡിയാണ്. ഓയിൽ ഇവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഒഴിക്കാൻ പോണ മോട്ടോളുടെ ഓയിൽ. ആൻഡ് എവിടെ ഇതൊക്കെ ഇതുണ്ടോ, എൻജിൻ ഓയിൽ, ഫ്ലഷും ഉണ്ട്, നമ്മുടെ ഫ്യൂളിൻ്റെ സാധനം. ഇത്ര സാധനം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സംഭവം ഇതെല്ലാം മേടിച്ച സമയത്ത് ടൂൾസ് ഇല്ല. ടൂൾസ് മേടിക്കാൻ പോവാണ് ഗൈസ്. ചെക്കൻ കടയിൽ നിന്ന് സാധനം വാങ്ങാണ് ഗൈസ്. കണ്ടോ, കടയിൽ നിന്ന് സാധനം വാങ്ങാണ്. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, എൻജിൻ ഫ്ലഷ് കണ്ടോ. ഇത് നമ്മൾ ടാങ്കിലോട്ട് ഒഴിക്കാൻ പോകണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിക്കും. അതിന് ശേഷം പെട്രോൾ ടാങ്കിലോട്ട് മറ്റേ ഫ്യൂൽ അഡിക്റ്റീവ് അത് ചെയ്യാറ്. സോ ഫസ്റ്റ് നമ്മൾ ഓയിൽ ഒഴിക്കുകയാണ്. അത് തുറക്കണമല്ലോ. സ്പാനർ നിൻ്റെ പോക്കറ്റില്ല. ഓക്കെ, കോപ്പ് അതൊന്ന് തുറക്കണം. അഴിക്കണ്ട കേട്ടോ. അത് അഴിച്ചു വിടല്ലേ. അങ്ങനെ ആക്കി വെച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അഡിക്റ്റീവ് ഒഴിക്കുക. ഇത്ര ഈ സാധനം അതെങ്ങനെ ഡയറക്റ്റ് ഒഴിക്കുക? ഞാൻ ഒഴിക്കാം. അതാ ഒറ്റ കൈ ആയതുകൊണ്ട് ഒഴിക്കാൻ കിട്ടില്ല. നമ്മളെപ്പോഴും സയൻസിനെ വിശ്വസിക്കണം. സയൻറ്റിസ്റ്റ് കുട്ടൻ. ഒഴിയുണ്ടടാ. ഫുൾ ഒഴിക്കണം. ഫുൾ ഒഴിക്കണം. അവൻ്റെ സയൻസ് വായ വെച്ചോളൂ. പോകുന്നുണ്ട. ഓരോ തുള്ളി ഓരോ മില്ലി ലിറ്ററിന് ഇതാക്കണ്ടാണ്. എന്താണ് മൊത്തം ഒഴിച്ചോ? ഒഴിച്ചു. വിശ്വസിക്കുന്നു. കുറച്ചും കൂടെ ഒഴിക്കാം. എനിക്കുണ്ട്. ഇനി കുലുക്കി നോക്കിയേ. അല്ല, അതിപ്പോൾ 1000 ലിറ്ററിനെ അല്ലേ ഈ സംഭവം. അപ്പോൾ ഓക്കെ ആവും. ആ ഓരോ മില്ലി ലിറ്ററും കുഴപ്പമില്ല, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. നെഗോസിയേഷൻ കിങ്ങടാ. വീഴുന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ വണ്ടിൻ്റെ അല്ല, നിന്റെ വണ്ടിൻ്റെ. എന്നെ കളിയാക്കിയതാണ് പുള്ളിക്കാരെ. ന്യൂട്രൽ ഇടാൻ പറ്റില്ല. 4ാമത്തെ അറ്റംപ്റ്റിലാണ് ഇട്ട്. ഐഡിയയിൽ ഇട്ടാൽ മതി. എത്ര മിനിറ്റ്? സോ ഇങ്ങനെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ ഐഡിയയിൽ ഇടണം. അതിന് ശേഷം നമുക്ക് എന്താ പറഞ്ഞാൽ ചെയ്യാം. ഓക്കെ, അതിന് ശേഷം എഞ്ചിൻ ഓയിൽ മാറ്റാം. സോ ഗൈസ്, ചൂടെടുക്കുന്നു. അങ്ങനെ ചെക്കൻ ഡ്രെയിൻ പ്ലഗ് തുറക്കാൻ തുടങ്ങി. എഞ്ചിൻ ഓയിലിൻ്റെ അവസ്ഥ കണ്ടോ ഗൈസ്. എഞ്ചിൻ ഓയിൽ ഇതാ മറ്റേ അഡിക്റ്റീവ് മിക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത്ര വെള്ളം പോലെ ആയിട്ടുള്ളത്. ഇല്ലേ കുറച്ചുകൂടി കട്ടി ഉണ്ടാവും. മറ്റേ ക്ലീനിങ്ങിൻ്റെ അഡിക്റ്റീവ്. ഓക്കെ, ക്ലീനിങ്ങിൻ്റെ അഡിക്റ്റീവ് മിക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കുറച്ച് വെള്ളം പോലെ, ഇല്ലെങ്കിൽ കുറച്ച് കട്ടി ഉണ്ടാവും. ഓക്കെ ഗൈസ്, ചെക്കിൻ്റെ എഞ്ചിൻ ഓയിൽ കാണിച്ചു തരാം. ടാറ് പോലും തോറ്റു പോകുന്ന എഞ്ചിൻ ഓയിൽ. ഹീറോയിൻ്റെ ഓയിലാണ്. അത് നീ ഹീറോയിൻ്റെ ഓയിൽ ആരൊഴിക്കാൻ പറഞ്ഞു? ഹീറോയിൻ്റെ ഓയിലാണ് ചെക്കൻ ഒഴിച്ചത്. ഹീറോ കമ്പനിയിൽ സർവീസ് സെൻ്ററിൽ
സർവീസിന് കൊടുത്തുകൊണ്ടാണ് ഈ അവസ്ഥ അവന്. അപ്പോൾ എന്തായാലും മാറ്റുകയാണ്. കാരണം അവൻ്റെ സർവീസ്, എടാ ഇതിൻ്റെ സർവീസ് എത്രയാണ്? അല്ല സർവീസ് എത്ര കിലോമീറ്റർ ഗ്യാപ്പിലാണ്? 3000 ചെക്കപ്പില്ലേ? അങ്ങനെയാണ് അവസ്ഥയാണ് അവസ്ഥ. എന്താ അവസ്ഥ? ചായ ചെക്കനൊരു വില്ലേജ് വിജ്ഞാനിയാണ്. ടെക്നോളജി. ചെക്കനൊരു വില്ലേജ് വിജ്ഞാനിയാണ് ഗൈസ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ചെക്കൻ ഇപ്പം യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിലും ഭാവിയിൽ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ വരും. സ്വന്തം നിന്നോ ടീക്കൊന്നും ഇല്ലല്ലോ അല്ലേ? കുറയുന്നുണ്ടോടാ? കുറയുന്നുണ്ട്. ട്രസ്റ്റ് ദ പ്രോസസ്സിലാണ്. ഇനി ഞങ്ങൾ നൈറ്റ് ഐസ്ക്രീം തിന്നാൻ പോകണം. ഇനി അത് വേറെ.